ഇടതുമുന്നണി സർക്കാരിന്റെ ഈ അവസാന കാലത്ത് മൊത്തത്തിൽ ആളെ പറ്റിക്കലാണ് നമ്മുടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ തിടുക്കത്തിൽ തീരുമാനിച്ച RRTS റെയിൽപാത ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക കേരള സഭ, അത് തട്ടിപ്പിന്റെ വേറൊരു മുഖമാണ്. എന്തോ പ്രവാസികൾക്കൊക്കെ വലിയൊരു പദവി പ്രാധാന്യം നൽകുന്നു എന്ന മട്ടില് കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ചില ശുപാർശകളൊക്കെ വരും, അത് പ്രവാസികൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഈ സർക്കാർ നടത്തിയിട്ടില്ല. വർഷം തോറും ഒരു ആചാരം പോലെ ലോക കേരള സഭ നടക്കും, അത് പിന്നെ അങ്ങ് മറക്കും. ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്, ഈ പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്, അതാണ് ഈ ആളെ പറ്റിക്കലിലെ ഏറ്റവും അവസാനത്തെ അധ്യായം. നമുക്കറിയാം, ഈ സർക്കാരിന് മുമ്പില് ഇനി പരമാവധി ഒരു 3 മാസം കൂടിയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരിക, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാല് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നെ ഒരു കാര്യവും ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മുടെ ബാലഗോപാല് ഏറെ സമയം ചെലവഴിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബജറ്റ് സത്യം പറഞ്ഞാല് ഒരു പാഴ്വേലയാണ്, ഒരു വേസ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ അതില്ലെന്നേ. ഇവിടെ വെറും 3 മാസമേ ഉള്ളൂ. പക്ഷെ അവതരിപ്പിച്ചത് കണ്ടാല്, അതിന് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം കണ്ടാല് ഇതൊരു 5 വർഷത്തേക്കുള്ള ബജറ്റാണെന്ന് തോന്നിപ്പോകും. പത്രങ്ങളിലൊക്കെ എന്താ കാണുന്നത്? എത്ര പേജുകളാണ് ഈ പാഴ്വേലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ഓർക്കേണ്ടതാണ്. റബ്ബർ ടാപ്പിംഗുകാരന്റെ വേഷത്തിലുള്ള നമ്മുടെ KN ബാലഗോപാലിന്റെ കരിക്കേച്ചർ, കർഷകനായ ബാലഗോപാൽ, ബജറ്റ് അടങ്ങുന്ന പെട്ടിയുമായിട്ട് നിൽക്കുന്ന ബാലഗോപാലിന്റെ ചിത്രം, അതും പോരാഞ്ഞിട്ട് ബാലഗോപാലിന്റെ കുടുംബം, അവർക്ക് ഇതിലെന്താ കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഈ പത്രങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു ആചാരം പോലെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ബജറ്റിലേക്കൊന്ന് നോക്കുക, അതിന്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് നോക്കുക. ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു ബജറ്റായത്. ഭരണഘടന പ്രകാരം മാർച്ച് 31-നകം സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കണം. അല്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ ഒരു പൈസ, അതായത് സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ എടുത്ത് ചെലവഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 31-ന് മുമ്പായിട്ട് ഒരു ബജറ്റ് പാസ്സാക്കേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്? ഇപ്പൊ ഏതാണ്ട് മെയ് മാസത്തോടു കൂടിയാണ് ഇലക്ഷൻ കഴിഞ്ഞ ഒരു പുതിയ ഗവൺമെന്റ് വരിക. മാർച്ച് 31-നകമാണ് ബജറ്റ് പാസ്സാക്കേണ്ടത്. ഈ 2 കാലയളവുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. അപ്പൊ എന്താ വാസ്തവത്തില് സർക്കാർ ചെയ്യേണ്ടത്? ഒരു ഇടക്കാല ബജറ്റ് കൊണ്ടുവരിക. അതിനുശേഷം അടുത്ത 2 മാസത്തേക്കോ 4 മാസത്തേക്കോ സർക്കാരിന്റെ ചെലവുകൾ നടത്തത്തക്ക രീതിയിൽ ഒരു വോട്ട് അക്കൗണ്ട് അവതരിപ്പിച്ച് പാസ്സാക്കുക. അതിന് ധനവിനിയോഗ ബില്ലും അംഗീകരിക്കുക. അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഏതാണ്ട് 1 വർഷത്തേക്കുള്ള ബജറ്റ് എന്ന നിലയിൽ 2-3 മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിക്കുക നമ്മുടെ ധനകാര്യമന്ത്രി. ഇതിന്റെ പ്രസക്തി എന്താ? മെയ് മാസത്തോടുകൂടി ഒരു സർക്കാർ വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന്റെ ആയുസ് വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സർക്കാർ LDFന്റെ തന്നെയാണെന്ന് വെക്കുക. പിണറായി വിജയന് 3-ാം ഊഴം, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. പക്ഷെ അന്നേരവും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് ജയിക്കണം. അദ്ദേഹത്തെ ധനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കണം. പാർട്ടിയല്ല, പിണറായി വിജയൻ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം വീണ്ടും ധനകാര്യമന്ത്രിയാവുന്നുള്ളൂ. അപ്പൊ ഒരു പുതിയ സർക്കാർ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും എന്താ ചെയ്യുക? ഒരു പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും. ഇപ്പോ അടുത്ത മെയ് മാസത്തിൽ പുതിയൊരു സർക്കാർ വന്നാൽ ഇപ്പോൾ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല. അതാരും കണക്കാക്കത്ത് പോലുമില്ല. അപ്പോൾ പുതിയ ഗവൺമെന്റ് അല്ലെ പുതിയ ധനകാര്യമന്ത്രി ഒരു പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KN ബാലഗോപാല് ജൂൺ 4-ാം തീയതി ഒരു പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇനി LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ തന്നെ അവരൊരു പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇപ്പോൾ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യം. ഇനി UDF ആണ് അധികാരത്തിൽ വരികയെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഈ ബജറ്റ് അവര് തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല, കണ്ടതായിട്ട് പോലും ഭാവിക്കില്ല, കൈകൊണ്ട് തൊടത്തു പോലുമില്ല. അവര് അധികാരത്തിലേറി കഴിഞ്ഞാൽ അവരുടേതായ പുതിയ ബജറ്റ് അവരുടെ സമീപനങ്ങൾക്ക്, അവരുടെ നയങ്ങൾക്ക്, അവരുടെ പരിപാടികൾക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ വസ്തുതകളും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരൊരു ബജറ്റ് കൊണ്ടുവരും. അപ്പോഴും ഈ ബജറ്റ് ഒരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാഴ് വസ്തുവായിട്ട് മാറുകയാണ്. ഇപ്പോൾ KN ബാലഗോപാൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പൂർണ്ണ ബജറ്റ് മാർച്ച് 31-നകം പാസ്സാക്കിയെടുക്കുക എന്നുള്ളതാണ്. പൂർണ്ണ ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഓരോ വകുപ്പിനു വേണ്ടിയും നീക്കി വെച്ചിട്ടുള്ള ധനാഭ്യർത്ഥനകൾ, അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക, ഓരോ വകുപ്പിനും വെവ്വേറെ ധനാഭ്യർത്ഥനകളാണ്. അത് നിയമസഭയുടെ അതത് സബ്ജക്ട് കമ്മിറ്റികൾക്ക് അയക്കും. ആ കമ്മിറ്റികൾ അത് പരിശോധിക്കും. അവരുടെ ശുപാർശ അനുസരിച്ച് വരുന്ന റിപ്പോർട്ട് പിന്നീട് നിയമസഭയിൽ അവതരിപ്പിച്ച്, അതായത് ഓരോ ധനാഭ്യർത്ഥനകളും അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് 13 ദിവസം കൊണ്ട് അത് ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കണം. എന്നിട്ട് അതിന്മേലുള്ള ധനവിനിയോഗ ബില്ലും അംഗീകരിക്കും. അപ്പോഴാണ് ബജറ്റ് പാസ്സാവുക. അതാണ് പൂർണ്ണ ബജറ്റ് പാസ്സാക്കുന്ന
പ്രക്രിയ. തെരഞ്ഞെടുപ്പ് വർഷം അല്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ ഗവൺമെന്റ് ചെയ്യുന്നത് മാർച്ച് 31 മുമ്പ് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു. പിന്നീട് 2-4 മാസങ്ങൾക്ക് ആവശ്യമായ ഒരു വോട്ടെണ്ണക്കൗണ്ട് അതിന്റെ കൂട്ടത്തിൽ അവതരിപ്പിക്കുന്നു. അത് ചർച്ച ചെയ്ത് പാസാക്കുന്നു. അതാണ് മാർച്ച് 31 മുമ്പ് നടക്കുന്ന കാര്യം. അതിനുശേഷം ബജറ്റ് സമ്മേളനം പിന്നീട് ആ സമ്മേളനത്തിലാണ് ഓരോ വകുപ്പിനുള്ള ധനാഭ്യർത്ഥനകൾ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുന്നത്. ആ സമ്മേളനത്തെയാണ് ബജറ്റ് സമ്മേളനം എന്ന് പറയുന്നത്. അതല്ലാതെ ഒറ്റയടിക്ക് തന്നെ പൂർണ്ണ ബജറ്റ് പാസാക്കുകയും ചെയ്യാം. ഇപ്പോൾ ബാലഗോപാൽ അതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ പൂർണ്ണ ബജറ്റ് പാസ്സാക്കിയിട്ട് എന്താ പ്രയോജനം എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ കാലത്തെ ചരിത്രം നോക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് അവതരിപ്പിച്ചത്. 2021 ജനുവരി 15 3 മണിക്കൂർ 18 മിനിറ്റ് നീണ്ട ഒരു റെക്കോർഡ് ബജറ്റ് പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. ക്ഷേമ പദ്ധതികൾ അങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞു. അത് മാത്രമല്ല, ഉപമയും ഉൽപ്രേക്ഷയും കവിതയും സാഹിത്യവും ഒക്കെയായി അങ്ങനെ നീണ്ടുപോയ ഒരു പ്രസംഗം. പക്ഷേ അന്ന് പൂർണ്ണ ബജറ്റ് പാസ്സാക്കാൻ, അതായത് ഓരോ വകുപ്പുകളുടെയും ധനാഭ്യർത്ഥനകൾ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ധനകാര്യമന്ത്രി മെനക്കെട്ടില്ല. ഒരു വോട്ടെണ്ണക്കൗണ്ട് പാസ്സാക്കിക്കൊണ്ട് ജനുവരി 22 ആ സഭ പിരിയുകയും ചെയ്തു. പിന്നീട് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. പിണറായി വിജയന്റെ ഗവൺമെന്റ് വീണ്ടും വരുന്നു. KN ബാലഗോപാല് ധനകാര്യമന്ത്രിയാകുന്നു. അദ്ദേഹം ജൂൺ 4 പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് അനുഭവം. അപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ ബാലഗോപാൽജി ഇതുപോലെ സമയമെടുത്ത് അധ്വാനിച്ച് ഒരു ബജറ്റ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. വേണമെങ്കിൽ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് വോട്ടെണ്ണക്കൗണ്ട് പാസ്സാക്കാം, അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്നു, അതിനുമേലൊരു വോട്ടെണ്ണക്കൗണ്ട് പാസ്സാക്കിയതിനു ശേഷം പിരിയാം. ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പോൾ ധനാഭ്യർത്ഥന ചർച്ചകൾ ഉൾപ്പെടെ നടത്തി പൂർണ്ണ ബജറ്റ് പാസ്സാക്കിയെടുക്കും എന്നുള്ള നിർബന്ധത്തിലാണ് നമ്മുടെ ബാലഗോപാൽജി. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉദ്ദേശമേ ഉള്ളൂ. നമ്മൾ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കുക, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വാഗ്ദാനം നൽകുക. അതിനൊരു അവസരം, അതിന് നിയമസഭാ വേദിയെ ഉപയോഗിക്കുന്നു, ബജറ്റ് അവതരണത്തെ ഉപയോഗിക്കുന്നു. അതിനപ്പുറത്ത് ആവർത്തിച്ചു പറയട്ടെ, ഈ ബാലഗോപാൽജിയുടെ ബജറ്റിന് യാതൊരു പ്രാധാന്യമോ പ്രസക്തിയോ ഇല്ല. ഫെബ്രുവരി 6 മുതൽ 19 വരെ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റികൾ കൂടാനും ധനാഭ്യർത്ഥനകൾ പരിശോധിക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം വരുമോ എന്നുള്ളതാണ്. വന്നാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ പിന്നെ ചെയ്യാവുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ടെണ്ണക്കൗണ്ട് പെട്ടെന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് പാസ്സാക്കുക, അതിന്റെ ധനവിനിയോഗ ബില്ല് അംഗീകരിക്കുക. അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ റിപ്പോർട്ട് വന്നെങ്കിൽ അത് സഭയിൽ അവതരിപ്പിച്ച് എല്ലാ ധനാഭ്യർത്ഥനകളും ഒന്നിച്ച് സഭയിൽ കൊണ്ടുവന്ന് ഗില്ലറ്റിൻ ചെയ്ത് പാസ്സാക്കുക. അല്ലാതെ 13 ദിവസം ഈ ധനാഭ്യർത്ഥനകൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് പാസ്സാക്കാൻ സമയം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. സമയം കിട്ടിയിട്ടും കാര്യമില്ല. അത് പാസ്സാക്കിയിട്ട് എന്താണ് കാര്യം? ഇനി മെയ് മാസത്തിൽ വരുന്ന അടുത്ത ഗവൺമെന്റ്, അത് UDFന്റെ ആവട്ടെ LDFന്റെ ആവട്ടെ, UDFന്റെ ആണെങ്കിൽ അവരൊരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും, LDFന്റെ ആണെങ്കിൽ ഒരു പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ബജറ്റ് ഒരു പാഴ്വേലയായിരുന്നു, അല്ലെങ്കിൽ പാഴ്വേലയാണ്. ഈ ബജറ്റില് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നലെ അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത. പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടത് സർക്കാർ ജീവനക്കാർ. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് ഇത് ഞങ്ങളുടെ സർക്കാരാണെന്നോ, ഇത് ഇടതുപക്ഷ സർക്കാരാണെന്നോ, തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വേണ്ടിയൊക്കെ നിലനിൽക്കുന്ന സർക്കാരാണെന്നോ. അവർ കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശമ്പളം പരിഷ്കരിക്കണം. അതിനുവേണ്ടി അവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ. വേണമെങ്കിൽ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് അതിന്റെ ശുപാർശ വാങ്ങിയിട്ട് നടപ്പാക്കാൻ സമയമുണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ മുമ്പിൽ ധാരാളം സമയമുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സർക്കാർ മെനക്കെട്ടില്ല. കാരണം പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഖജനാവിലൊന്നുമില്ല. ഖജനാവേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, കടമങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2, 4, 8, 16 എന്ന മട്ടില് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം നടത്തി, അതോടൊപ്പം പെൻഷൻ വർദ്ധിപ്പിച്ച് ഒരു വലിയ സാമ്പത്തിക ചെലവ് ഈ സർക്കാരിന്റെ തലയിലെടുത്ത് വയ്ക്കാൻ ബാലഗോപാൽ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ജീവനക്കാരിങ്ങനെ കാത്തിരിക്കുക, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. ഇപ്പൊ വരും. ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നേതാക്കളും സർക്കാരും ഒക്കെ ചില പ്രതീക്ഷകൾ നൽകുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ശമ്പള പരിഷ്കരണത്തെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കും. പറഞ്ഞാൽ 3 മാസമാണ് ഈ സർക്കാരിന്റെ മുമ്പിലുള്ളത്. ഒരു ശമ്പള കമ്മീഷനെ വെക്കണം, അതിന് ഓഫീസും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നിയമിക്കണം. എന്നിട്ട് വളരെ വിപുലമായ രീതിയിൽ ചർച്ചയും പഠനവും നടത്തി കമ്മീഷനോ അല്ലെങ്കിൽ കമ്മിറ്റിയോ ശമ്പള പരിഷ്കരണം സംബന്ധിച്ചൊരു ശുപാർശ സമർപ്പിക്കണം. പിന്നീട് ഉദ്യോഗസ്ഥന്മാരത് പരിശോധിക്കണം. അതിനുശേഷമാണ് സർക്കാർ തീരുമാനമെടുക്കേണ്ടത്. അത് സംബന്ധിച്ച് ഉത്തരവുകൾ പുറത്തിറക്കേണ്ടത്. അതിനൊക്കെ എവിടെയാണ് സമയം? അതുകൊണ്ട് ഈ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ സർക്കാർ ജീവനക്കാരെയും പറ്റിക്കുന്നത്
നമ്മുടെ ഒരു കമ്മീഷനെ വയ്ക്കും, ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കമ്മീഷൻ. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാരം ഏറ്റെടുക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. അവർക്കറിയാം അടുത്ത തവണ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പോ ഇനി വരുന്ന സർക്കാർ, UDF സർക്കാർ, ആ വലിയ ഭാരം തോളിലേറ്റിക്കൊള്ളട്ടെ, അവരുടെ തലയിലേക്ക് പിടിച്ച് വെച്ചിരിക്കുകയാണ് ബാലഗോപാല് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബാലഗോപാൽജി വലിയ പറ്റിക്കലായിപ്പോയി, ചതിയായിപ്പോയി. സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു പങ്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ. ഈ സമയത്ത് പോലും തെരുവിലിറങ്ങി നിന്ന് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരാണല്ലോ. ഇവരോട് ഇത് ചെയ്യരുതായിരുന്നു.